ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDCയുമായി ബന്ധപ്പെട്ട് LGSയുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സുകളാണ്. ആദ്യത്തേത്, 2023 പ്രവർത്തന സജ്ജമാകുന്ന ചൈനയുടെ ബഹിരാകാശ നിലയം ഏത്? ടിയങ്കോങ്. 2023 പ്രവർത്തന സജ്ജമാകുന്ന ചൈനയുടെ ബഹിരാകാശ നിലയമാണ് ടിയങ്കോങ്. അടുത്തത്, പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ വേദിയായ കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ ജില്ല. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ വേദിയാകുന്നത് കണ്ണൂർ ജില്ലയാണ്. അടുത്തത്, ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ്റെ 13ാമത് ദേശീയ സമ്മേളനം നടന്നത് എവിടെ? തിരുവനന്തപുരം ജില്ല. ജനുവരി 6 മുതൽ 9 വരെയാണ് നടന്നത്. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ്റെ 13ാമത് ദേശീയ സമ്മേളനം നടന്നത് തിരുവനന്തപുരം ജില്ലയാണ്. 2023 ജനുവരി 6 മുതൽ 9 വരെയാണ് നടന്നത്. അടുത്തത്, 2023 നടന്ന G20 ഉച്ചകോടി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമെന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. 2023 നടന്ന G20 ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്, അല്ലെങ്കിൽ വേദിയാകുന്നത് ഇന്ത്യയാണ്. അടുത്തത്, ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പ്യാഡിന് 2022 വേദിയായത് ഇന്ത്യയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് 2022 ഇന്ത്യ വേദിയാകുന്നത്. ചെന്നൈയിൽ നടന്നത് ചെസ് ഒളിമ്പ്യാഡ് എത്രാമത്തെ പതിപ്പായിരുന്നു? 44ാമത്തെ. ചെന്നൈയിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡ് 44ാം പതിപ്പായിരുന്നു. അടുത്തത്, ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ അല്ലെങ്കിൽ മില്ലറ്റ്സ് വർഷമായി ആചരിക്കുന്നത് 2023 ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായി ആചരിക്കുന്നത് 2023. അടുത്തത്, സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് എന്നറിയപ്പെടുന്നത് വിദ്യാവാഹനാണ്. അടുത്തത്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി ആയുർവേദ ചികിത്സയിലൂടെ പരിഹരിക്കുന്നതിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹധാര. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി ആയുർവേദ ചികിത്സയിലൂടെ പരിഹരിക്കുന്നതിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹധാര പദ്ധതി. അടുത്തത്, ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവലായ ധനുയാത്രയുടെ വേദി ഒഡീഷയാണ്. ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവലായ ധനുയാത്രയുടെ വേദിയായിരുന്നത് ഒഡീഷയാണ്. അടുത്തത്, ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫല തുകയ്ക്ക് പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി കരാറിൽ ഏർപ്പെട്ട ക്ലബ്ബ് ഏത്? അൽ നസ്രിൽ. സൗദി അറേബ്യയിലെ അൽ നസ്രിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി കരാറിൽ ഏർപ്പെട്ട ക്ലബ്ബ്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫല തുകയ്ക്ക് പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി കരാറിൽ ഏർപ്പെട്ട ക്ലബ്ബ് അൽ നസ്രിൽ, സൗദി അറേബ്യയിലെ. അടുത്തത്, 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂറും മഹാരാഷ്ട്രയുമാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദിയായത് നാഗ്പൂറും മഹാരാഷ്ട്രയുമാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ തീം എന്നറിയപ്പെടുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വിത്ത് വുമൺ എംപവർമെൻറ്റ് എന്നാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ തീം എന്നറിയപ്പെടുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വിത്ത് വുമൺ എംപവർമെൻറ്റ്. അടുത്തത്, ഇന്ത്യയുടെ 78ാമത് ഗ്രാൻഡ് മാസ്റ്ററായ പശ്ചിമ ബംഗാൾ സ്വദേശി ആര്? കൗസ്തവ് ചാറ്റർജി. ഇന്ത്യയുടെ 78ാമത് ഗ്രാൻഡ് മാസ്റ്ററായ പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് കൗസ്തവ് ചാറ്റർജി. അടുത്തത്, സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം ഔദ്യോഗികമായി നിലവിൽ വന്നത് 2023 ജനുവരി 3 മുതൽ. സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം ഔദ്യോഗികമായി നിലവിൽ വന്നത് 2023 ജനുവരി 3 മുതലാണ്. അടുത്തത്, 2022 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഹോക്കി അണ്ടർ 18 പുരുഷ വിഭാഗം ജേതാക്കളായത് മധ്യപ്രദേശാണ്. 2022 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഹോക്കി അണ്ടർ 18 പുരുഷ വിഭാഗത്തിൻ്റെ ജേതാക്കൾ മധ്യപ്രദേശാണ്. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിലെ ജേതാക്കൾ എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. 2022 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഹോക്കി അണ്ടർ 18 വനിതാ വിഭാഗത്തിൻ്റെ ജേതാക്കൾ എന്നറിയപ്പെടുന്നത് ഹരിയാനയും പുരുഷ വിഭാഗത്തിലെ ജേതാക്കൾ മധ്യപ്രദേശുമാണ്. അടുത്തത്, ദേശീയ കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി ഏത്?
ഭാരതീയ ഗെയിംസ് ദേശീയ കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ ഗെയിംസ്. അപ്പോൾ ഭാരതീയ ഗെയിംസ് എന്തിനുള്ള പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ദേശീയ കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ ഗെയിംസ് പദ്ധതി. അടുത്തത് ലോക ചെസ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത് കൊനേരു ഹംപി. ലോക ചെസ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത് ആരെന്ന് ചോദിച്ചാൽ കൊനേരു ഹംപിയാണ്. അടുത്തത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് അംബികാസുധൻ മാങ്ങാടാണ്. അദ്ദേഹത്തിൻ്റെ കൃതി പ്രാണവായു. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് അംബികാസുധൻ മാങ്ങാടാണ്. അർഹനാക്കിയ കൃതി എന്നറിയപ്പെടുന്നത് പ്രാണവായു ആണ്. അടുത്തത് 2023 പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൻ്റെ വേദി എന്നറിയപ്പെടുന്നത് ഇൻഡോറാണ്. 2023 പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൻ്റെ വേദി ഇൻഡോർ. 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ എന്നറിയപ്പെടുന്നത് സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, രാജേഷ് സുബ്രഹ്മണ്യം, ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ. 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച ജേതാക്കൾ എന്നറിയപ്പെടുന്നത് സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, രാജേഷ് സുബ്രഹ്മണ്യം, ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ എന്നിവരാണ്. അടുത്തത് ഗവേഷണ മികവിന് കേരള സർക്കാർ നൽകുന്ന കൈരളി പുരസ്കാരങ്ങൾ നേടിയവരാണ് പറയുന്നത്. രാജ്യാന്തര തലത്തിൽ ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പ്രൊഫസർ സലീം യൂസഫ് ആണ്. 5 ലക്ഷം രൂപയാണ് തുകയായി വരുന്നത്. രാജ്യാന്തര തലത്തിൽ ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പ്രൊഫസർ സലീം യൂസഫ്, 5 ലക്ഷം രൂപയാണ്. അടുത്തത് സമഗ്ര സംഭാവനയ്ക്കുള്ള മറ്റ് പുരസ്കാരങ്ങൾ നേടിയവരാണ്. ആർട്സ് ആൻഡ് സാഹിത്യത്തിന് നേടിയവർ ഡോക്ടർ എം ലീലാവതി. ആർട്സും സാഹിത്യത്തിന് നേടിയത് ഡോക്ടർ എം ലീലാവതി. സയൻസിന് നേടിയത് ഡോക്ടർ എ അജയ് ഘോഷാണ്. അതുപോലെ തന്നെ സാമൂഹിക ശാസ്ത്രത്തിന് പ്രൊഫസർ എം എ ഉമ്മനാണ്. രാജ്യാന്തര തലത്തിൽ ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കൈരളി പുരസ്കാരം നേടിയ ജേതാവ് പ്രൊഫസർ സലീം യൂസഫ്. സമഗ്ര സംഭാവനയ്ക്ക് നേടിയ മറ്റുള്ള വ്യക്തികൾ ആർട്സ് ആൻഡ് സാഹിത്യം, അതായത് കലാസാഹിത്യത്തിന് നേടിയത് കൈരളി പുരസ്കാരം നേടിയത് ഡോക്ടർ എം ലീലാവതി. സയൻസ് മേഖലയിൽ കൈരളി പുരസ്കാരം നേടിയത് ഡോക്ടർ എ അജയ് ഘോഷാണ്. സാമൂഹ്യ ശാസ്ത്ര രംഗത്ത് കൈരളി പുരസ്കാര ജേതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ എം എ ഉമ്മനാണ്. അടുത്തത് 2023 ജനുവരിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത ഉരുക്ക് ആർച്ച് പാലമായ സിയോം പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരുണാചൽ പ്രദേശ്. 2023 ജനുവരിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത ഉരുക്ക് ആർച്ച് പാലമായ സിയോം പാലം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അടുത്തത് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടുന്ന ബൗളർ എന്ന റെക്കോർഡിന് അർഹനായത് ജയദേവ് ഉനദ്കട്ടാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടുന്ന ബൗളർ എന്ന റെക്കോർഡിന് അർഹനായത് ജയദേവ് ഉനദ്കട്ട്. അടുത്തത് പോളിംഗ് ശതമാനം 90% എത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മിഷൻ 929 എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. പോളിംഗ് ശതമാനം 90% എത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച അല്ലെങ്കിൽ നടപ്പിലാക്കിയ മിഷനാണ് മിഷൻ 929. മിഷൻ 929 എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ത്രിപുരയാണ്. മിഷൻ 929 ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പോളിംഗ് ശതമാനം 90% എത്തിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ മിഷനാണ് മിഷൻ 929. നടപ്പിലാക്കിയത് ത്രിപുരയിലാണ്. അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ സൈനിക ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് സിയാച്ചിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി സിയാച്ചിലാണ്. സിയാച്ചിലിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ സൈനിക ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. സിയാച്ചിനിലെ കുമാർ പോസ്റ്റിലാണ് നിയമനം ചെയ്തിരിക്കുന്നത്. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത് കുമാർ പോസ്റ്റിലാണ്. അടുത്തത് ലോക ബ്രെയിൽ ദിനം ജനുവരി 24. ലോക ബ്രെയിൽ ദിനമായി ആചരിക്കുന്നത് ജനുവരി 24. അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അതായത് SPM നിവാസ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ
ശ്യാംപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷനായ SPM നിവാസ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. അടുത്തത് ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ ആരംഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ രാജ്യമാണ് ചൈന. ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ ആരംഭിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമെന്നറിയപ്പെടുന്നത് ചൈനയാണ്. അടുത്തത് അർഹരായവർക്ക് സൗജന്യ നിയമസഹായം നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച സംരംഭമാണ് ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ. LADC എന്നുള്ളത് അർഹരായവർക്ക് സൗജന്യ നിയമസഹായം നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച സംരംഭമാണ് ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ. അടുത്തത് രാജ്യാന്തര തലത്തിൽ അധ്യാപകർക്കുള്ള US സർക്കാരിൻ്റെ ഫുൾ ബ്രൈറ്റ് അവാർഡിന് അർഹനായ മലയാളിയാണ് ബെന്നി വർഗീസ്. രാജ്യാന്തര തലത്തിൽ അധ്യാപകർക്കുള്ള അവാർഡാണ് US സർക്കാരിൻ്റെ അവാർഡാണ് ഫുൾ ബ്രൈറ്റ് അവാർഡ്. US സർക്കാരിൻ്റെ ഫുൾ ബ്രൈറ്റ് അവാർഡിന് അർഹനായ മലയാളിയാണ് ബെന്നി വർഗീസ്. അടുത്തത് UN ഹാബിറ്റാറ്റിൻ്റെ വേൾഡ് ഹാബിറ്റാറ്റ് അവാർഡ് 2023 നേടിയ സംസ്ഥാനമാണ് ഒഡീഷ. UN ഹാബിറ്റാറ്റിൻ്റെ വേൾഡ് ഹാബിറ്റാറ്റ് അവാർഡ് 2023 നേടിയ സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ നടപ്പിലാക്കിയ ജഗ മിഷൻ പദ്ധതിക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. UN ഹാബിറ്റാറ്റിൻ്റെ വേൾഡ് ഹാബിറ്റാറ്റ് അവാർഡായ 2023 നേടിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഒഡീഷയാണ്. ഒഡീഷ നടപ്പിലാക്കിയ ജഗ മിഷൻ പദ്ധതിക്കാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് 2023 ജനുവരിയിൽ ഇന്ത്യയുമായി ആണവ നിലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പട്ടിക പരസ്പരം കൈമാറിയ രാജ്യമേത്? പാകിസ്ഥാൻ. 2023 ജനുവരിയിൽ ഇന്ത്യയുമായി ആണവ നിലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പട്ടിക പരസ്പരം കൈമാറിയ രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2023 ജനുവരി മാസത്തിലെ 30 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ്. PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള കറണ്ട് അഫയേഴ്സുകളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.